ഓക്കെ, നമുക്ക് ഇപ്പൊ ഇന്ന് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ആണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് ഒരു ക്ലബ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു പള്ളി, അമ്പലം, whatever, ഓക്കെ, എന്തായാലും അവിടെ ഒരു മെമ്പർ ആവണമെങ്കിൽ അവിടെ ഒരു ഫീസ് അടക്കണം. ഓക്കെ, ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവർ ലൈഫ് ലോങ് അവരെന്തായിരിക്കും മെമ്പർഷിപ്പ് മെമ്പർ ആവും. ഇത് പള്ളികളിലും അമ്പലങ്ങളിലും അല്ലെങ്കിൽ ചർച്ചിലെല്ലാം ഉള്ളതാണ്. കാരണം ഈ ഇയർലി നമ്മൾ ഓരോ എമൗണ്ട് അടക്കുന്നതിനെക്കാട്ടിയും സുഖം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 20 ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞാൽ മരണം വരെ നമ്മൾ ചിന്തിക്കാം. പക്ഷെ ജനറലി എഗ്രിമെന്റ് എന്താ ഉണ്ടാവുന്ന വെച്ചാൽ ഒരു 10 കൊല്ലം 20 കൊല്ലം വട്ടം. ഓക്കെ, ആ ലോങ് ടേമിലേക്ക് ഒരു ഫണ്ട് തരും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു പള്ളിന്റെ ലൈഫ് മെമ്പർ ആവണമെങ്കിൽ ഞാൻ ഒരു എമൗണ്ട് അടക്കും. ഫോർ എക്സാമ്പിൾ 25,000. ഇങ്ങനെ ഒരു എമൗണ്ട് അടക്കുന്നുണ്ടെങ്കിൽ ആ പള്ളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം whatever, എനി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കിയോ? ഞാൻ പറയുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് അതായത് നമ്മൾ ലോങ് ടേം ആണ്. ലോങ് ടേം പർപ്പസ് ആയതുകൊണ്ട് നമുക്ക് ഇത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇത് ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇതെന്താണ്? ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് നോട്ട് എന്ത് ചെയ്യണം? ലയബിലിറ്റി സൈഡ് ട്രീറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് കാണിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഓർ ആഡ് വിത്ത് ജനറൽ ഫണ്ട് ഓർ ക്യാപിറ്റൽ ഫണ്ട് whatever. ഓക്കെ, ഇതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. മക്കളെ മനസ്സിലാകുന്നുണ്ട്? എന്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കണം. അതായത് ഒരു എമൗണ്ട് കിട്ടുമ്പോൾ ഇത് ഇൻകം ആണോ അല്ലെങ്കിൽ ഇത് ക്യാപിറ്റൽ പോർഷൻ ആണോ, അതോ നമ്മൾ ചിന്തിക്കേണ്ടത്. ലാബിലിറ്റി ആവൂല, കാരണം ഇത് ലാബിലിറ്റി അല്ല. ലാബിലിറ്റി സൈഡ് ട്രീറ്റ് ചെയ്യുന്നതാവുള്ളൂ കേട്ടോ, ലാബിലിറ്റി അല്ല ഇതൊന്നും. ഇത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണോ ക്യാപിറ്റൽ ഫണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഡൗട്ട്. എന്താന്ന് വെച്ചാൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് ജനറലി ഓക്കെ എന്തായിട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുമ്പോൾ ലാബിലിറ്റി സൈഡ് ബാലൻസ് ഷീറ്റിൽ അത് സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അല്ലെങ്കിൽ അതൊരു ജനറൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യാം. ഇതാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, ലൈഫ് മെമ്പർഷിപ്പ് ഫീസിന് വേറൊരു ട്രീറ്റ്മെന്റും കൂടിയുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ലൈഫ് മെമ്പർഷിപ്പ് ഫീസിന് 10,000 രൂപ ഉണ്ട്, കിട്ടിയിട്ടുണ്ട് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ലൈഫ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 10 കൊല്ലത്തേക്കാന്ന് വിചാരിക്കും. മരിക്കുന്നവരൊന്നും ഉണ്ടാവില്ല. 10 കൊല്ലം 20 കൊല്ലം അതിനുശേഷം നമ്മൾ ആദ്യം റിന്യൂ ചെയ്യണം. ഫോർ എക്സാമ്പിൾ 10 കൊല്ലത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ 10,000 രൂപ എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തേക്കല്ലേ. ഈ 10,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊല്ലത്തേക്കല്ലേ. അതായത് എന്താ, ഒരു കൊല്ലത്തേക്ക് എത്രയാ? ഒന്നുമില്ല. നമ്മൾ ഡിപ്രീസിയേഷൻ എല്ലാം കണ്ടുപിടിക്കുന്നല്ലേ. 10,000 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,000 rupees. അതായത് ഞാൻ എന്താ പറയുന്ന വെച്ചാൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുമ്പോൾ 10,000 രൂപ കിട്ടിയാലും അത് ഓരോ കൊല്ലത്തെ ഇൻകം ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് 1000 രൂപകളാണ്. ശരിയല്ലേ? ശരിയല്ല മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് പറയുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അമോർട്ടൈസ് ചെയ്യണം. ഏത് പീരീഡിലേക്ക്? ആ ലൈഫ് ഓഫ് ദി മെമ്പേഴ്സ് അല്ലെങ്കിൽ ആ പീരീഡ് ഓഫ് ദി മെമ്പേഴ്സ്. ഓക്കെ, ആ എത്ര കാലത്തേക്കാണ് അവർ ലൈഫ് മെമ്പർ ആയിട്ടുണ്ടാവുക ആ പീരീഡിലേക്ക് നമ്മളോട് എന്ത് പറയുന്നത്? അമോർട്ടൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഡിപ്രീസിയേഷൻ ട്രീറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ നോക്കിയാട്ടെ, ശ്രദ്ധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി 1,000 rupees എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായി. 10,000 10 കൊല്ലത്തേക്കാണെങ്കിൽ ഒരു കൊല്ലത്തേക്ക് എത്ര? 1000. അതായത് ഞാൻ എന്താ പറയുന്ന വെച്ചാൽ ഒരു കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 1000 രൂപ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അത് എങ്ങനെ ട്രീറ്റ് ചെയ്യുക? വെയിറ്റ് പറഞ്ഞ ഒരു അസറ്റ് വാങ്ങിച്ചതിന് ജേർണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് ടു ക്യാഷ്. ഓക്കെ, ഒരു ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് കിട്ടിക്കഴിഞ്ഞാൽ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. മക്കളെ ഞാൻ ഇതെല്ലാം ചെയ്തിരുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ബൈഹാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു ഓക്കെ അസറ്റ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ടേം കറക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. അടുത്ത ജേർണൽ എൻട്രി P&L അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് JLP പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നമുക്ക് നെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഇങ്ങനെയും പറയാം. പി ആൻഡ് എൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അസറ്റ് എന്നും പറയാം. അവിടെ നമ്മൾ എന്താ പറയുക, പി ആൻഡ് എൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു JLP എന്നാണ്. ഓക്കെ മക്കളെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമ്മുടെ ജേണൽ എൻട്രി. പക്ഷെ നമുക്ക് ഇൻകത്തിന് റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ JLP റിലേറ്റഡ് ആയിട്ടും സ്പെസിഫിക് ഡിപ്രീസിയേഷൻ പോലൊരു ടേം ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സോറി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കൊല്ലം അമോർട്ടൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീസിന് ഇപ്പൊ എന്ത് ബാലൻസ് ആവുള്ള മക്കളെ, ക്രെഡിറ്റ് ബാലൻസ്. നമ്മൾ എന്ത് ചെയ്യുക, അത് കുറച്ച് വരണമെന്ന് നമ്മൾ പറയുന്നത്, ഉദ്ദേശിക്കുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഡെബിറ്റ് ചെയ്യാം. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് അക്കൗണ്ട് ഡെപ്റ്റർ. നമ്മളിവിടെ പി ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യില്ല, അതിന് പകരം എന്താ ജേണൽ എൻട്രി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നോക്കിയാൽ ഇതൊരു ഇൻകത്തിന്റെ ജേണൽ എൻട്രി ആണ്. പി ആൻഡ് എൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അസറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻഡിച്ചറിന്റെ ജേണൽ എൻട്രി ആണ്. ഇൻകത്തിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും, ഇൻകം അക്കൗണ്ട് ഡെപ്റ്റഡ്, ആ ഐറ്റം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്. അതായത് നമ്മൾ ഇപ്പൊ എത്ര വാല്യൂ ഉള്ള 10,000, ഓക്കെ, നമ്മൾ ഈക്വൽ എന്ത് ചെയ്യും, 1,000 ട്രീറ്റ് ചെയ്യും. എന്നാൽ നമ്മുടെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസിന്റെ ബാലൻസ് ഷീറ്റിൽ എത്ര വാല്യൂ ഉണ്ടാവും, 9,000 റുപ്പീസ് ഉണ്ടാവും. കാരണം 1000 നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്ത്, അടുത്ത ആദ്യം 1000 ട്രീറ്റ് ചെയ്താൽ നമ്മുടെ ബാലൻസ് എത്ര ആവും, 8,000. ആദ്യം നമ്മൾ 1000 ട്രീറ്റ് ചെയ്താൽ 7,000. 10 കൊല്ലം കൊണ്ട് അത് 0. ഓരോ മെമ്പേഴ്സിനും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസിന്റെ ആക്ച്വൽ ട്രീറ്റ്മെന്റ്. പക്ഷെ ക്വസ്റ്റ്യനൊന്നും പറയുന്നില്ല നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അറിയില്ല എത്ര കൊല്ലമായി, എങ്ങനെ ട്രീറ്റ് ചെയ്യണ്ടേ, എത്ര കൊല്ലാം നമ്മുടെ പീരീഡ്, അതൊന്നും പറയുന്നില്ല, നമ്മൾ ഒഴിവാക്കും. അതുകൊണ്ട് തന്നെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യണം, അമോർട്ടൈസ് ചെയ്യണം. അതായത് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് മെമ്പർഷിപ്പ് പീരീഡ്, ഡ്യൂറിംഗ് ദി മെമ്പർഷിപ്പ് പീരീഡിലേക്ക് നമ്മൾ ചെയ്യണം, അത് അമോർട്ടൈസ് ചെയ്യണം. എന്താ ജേണൽ എൻട്രി വരാ, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒന്നില്ല, സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസിൽ കിട്ടിയതിൽ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ കൊല്ലത്ത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ബാക്കി മാത്രം ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്താൽ. മക്കളെ മനസ്സിലാവുന്ന സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്, നമ്മുടെ കയ്യിലുള്ള ഓൾഡ് പേപ്പേഴ്സ്, പീരിയോഡിക്കൽസ്, വാട്ട് എവർ സ്റ്റഫ്, ഓക്കെ, പഴയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബുക്ക് ചെയ്യலாம். ഇത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ഒന്നുമില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. കാരണം ഇതൊന്നും വലിയ എമൗണ്ട് ഒന്നും കിട്ടൂല. ഒരു 10 കിലോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10 റുപ്യ കിട്ടും. നമുക്ക് അറിയില്ല എങ്ങനെയാണ്. അല്ലെങ്കിൽ 10 കിലോ ഉണ്ടെങ്കിൽ 100 റുപ്യ കിട്ടും. 1 കിലോന് 10 രൂപ മാക്സിമം പോയി, അതും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, അറിയില്ല. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയി. ഓക്കെ, ഡൗട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് മാത്രമേ പറയാം. അടുത്തൊരു ഐറ്റം ഉണ്ട്, ഹോണറേറിയം. ഹോണറേറിയം എന്ന് പറയുമ്പോൾ ആ വേർഡെല്ലാം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഈ ക്ലബ്ബുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ക്ലബ്ബുകളിലെല്ലാം ഇടക്കിടക്ക് അവരെന്ത് ചെയ്യും വെച്ചാല് അവരുടേതായ ഒരു ബ്ലഡ് ബാങ്ക് ഡൊണേഷൻ, ബ്ലഡ് ഡൊണേഷൻ, അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ്, അങ്ങനെ പലതും നടത്തും. അത് പുറത്തുള്ള ആൾക്ക് വേണ്ടിയിട്ടല്ല, അവരെ മെമ്പേഴ്സിന് മാത്രമായിട്ട്. ഇപ്പൊ പള്ളിന്റെ കീഴിൽ നടക്കാം, അമ്പലത്തിന്റെ കീഴിൽ നടക്കാം, മണി ചർച്ചിന്റെ കീഴിൽ നടത്താം. അതേപോലെ ക്ലബിന്റെ അണ്ടറിൽ നടക്കുന്നത് എനിക്കറിയാം. ക്ലബിലുള്ള മെമ്പേഴ്സിന് അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ഒരു ഡോക്ടറെ പുറത്തുനിന്ന് വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഡോക്ടറോട് പറയും നിങ്ങൾക്ക് കൂടെ വേണ്ട എല്ലാവരെയും വിളിച്ചോ. എന്നിട്ട് അവര് വരുമ്പോ ക്ലബിൽ എന്ത് ചെയ്യും, ഡോക്ടറോട് പറയും, ഡോക്ടറെ കൂടെയുള്ള എല്ലാവരെയും വിളിക്കും. എന്നിട്ട് അവരോട് പറയും നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമുക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. അങ്ങനെ അവർ വന്നിട്ട് ചെക്കപ്പ് നടത്തിയിട്ട് പോകുമ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു എമൗണ്ട് കൊടുക്കും. ഓക്കെ, അതിനാ നമ്മൾ എന്താ പറയാ, ഹോണറേറിയം. ഓക്കെ, അതിനാ നമ്മൾ എന്താ പറയാ, ഹോണറേറിയം. ഓക്കെ സർ, അത് സാലറി അല്ലേ? സാലറി അല്ല മക്കളെ. സാലറി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ആണ്. നമ്മുടെ എംപ്ലോയി എന്നല്ല ഈ ഡോക്ടറിന്റെ കൂടെ വരുന്ന നഴ്സസോ അല്ലെങ്കിൽ അവരെ അസിസ്റ്റൻസോ വോട്ടവർ, അവര് വന്ന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് അവർക്ക് നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് ഹോണറേറിയം. എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതൊരു എക്സ്പെൻസ് ആണ്. ഓക്കെ, എക്സ്പെൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി വേറൊരു കാര്യം, ഇത് കുറെ കൊല്ലത്തേക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് ഈ ഒരു കൊല്ലത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യണം. ഇതെന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യണം. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ?
ഇപ്പൊ നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് ട്രീറ്റ്മെന്റ് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, പഠിച്ചു കഴിഞ്ഞു അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ, അല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറയുന്നില്ല, പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത പറയുന്നത് വെച്ചാൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സാർ ഇന്നലെ സാർ പഠിപ്പിച്ച ഇല്ല, പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു ഡെമോ തന്നേന്നുള്ളൂ. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്യാഷ് അക്കൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ക്യാഷ് അക്കൗണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് എന്ന് പറഞ്ഞാൽ റവന്യൂ റെസീപ്റ്റ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്യും. ഒരാൾ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ, അതും നിങ്ങൾ ഡെബിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്യും. അത് ഞാൻ പറയാം ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇവിടെ റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറലി ബിസിനസ് നടത്തിയിട്ട് കിട്ടുന്ന റെസിപ്റ്റ് നമ്മൾ എന്താ പറയുക, റവന്യൂ റെസിപ്റ്റ്, സെയിൽ ഓഫ് ഗുഡ്സ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്റർ പഠിച്ച എന്തെല്ലോ കാര്യങ്ങളുണ്ട്, ഞാൻ ഇത് ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് പറയുന്നില്ല, ജനറൽ ആയിട്ട് പറയുന്നതാണ്. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് ലോങ് ടേം പേർപ്പസിന് കിട്ടുന്ന ഒരു ഫണ്ടിനെ നമ്മൾ എന്താ പറയുക, ക്യാപിറ്റൽ റെസിപ്റ്റ്. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ക്യാപിറ്റൽ ലോങ് ടേം ആണ്. ഒരു പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ, ഒരു ഓണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ, ഒരു കമ്പനി ഷെയർ ഹോൾഡർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ലോങ് ടേം ആണ്. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ നിങ്ങൾ നോക്കിയാൽ അതും ട്രിക്ക് ചെയ്ത് മണി. ക്യാപിറ്റൽ റെസിപ്റ്റിന് വേറൊരു എക്സാമ്പിൾ ബാങ്ക് ലോൺ, ബാങ്ക് അക്കൗണ്ട് അപ് ടു ബാങ്ക് ലോൺ. ഇതിൽ നമ്മൾ പറയുന്ന വെച്ചാൽ ക്യാപിറ്റൽ റെസിപ്റ്റും റവന്യൂ റെസിപ്റ്റും ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവും. അങ്ങനെയാണ് ജേണൽ എൻട്രി മക്കളെ. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എവിടെ ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡിൽ. എങ്ങനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് പറയുന്ന ജേണൽ എൻട്രി ക്യാഷ് ക്രെഡിറ്റ് സൈഡിൽ ഉള്ളതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യണം. ഇനി സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് പറയുന്ന ജേണൽ എൻട്രിയിൽ ക്യാഷ് ക്രെഡിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യണം. അന്നേരം സാലറി എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറും ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, എനി റെസിപ്റ്റ്, എനി എക്സ്പെൻഡിച്ചർ will be treated in receipts and payment account. Any receipt, any expenditure will be treated in receipts and payment account. But it should be received. കിട്ടിയതായിരിക്കണം അല്ലെങ്കിൽ പേ ചെയ്തതായിരിക്കണം. ഡ്യൂ എൻട്രീസ് ഒരു കാലത്തും എവിടെ വരില്ല, ക്യാഷ് അക്കൗണ്ട് വരില്ല. ഡ്യൂ എൻട്രി എന്ത് വരൂല, ക്യാഷ് അക്കൗണ്ട്. അത് ശരി തന്നെയല്ലേ, സാലറി അക്കൗണ്ട് അപ് ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അത് ക്യാഷ് അക്കൗണ്ട് വരുമോ, ഇല്ല വരൂല. സാലറി അക്കൗണ്ട് ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് അക്കൗണ്ട് വരുമോ, വരൂല. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം, any receipt received will be coming in receipts and payment account. Any expenditure paid will be coming in receipts and payment account. Okay, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെയിൻ ക്ലാസിഫിക്കേഷൻ. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ മൂവ് ചെയ്യുകയും ചെയ്യാം. ഇപ്പം പറഞ്ഞ ഓക്കെയാണോ മക്കളെ? ഞാൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് കൊണ്ട് ഒന്നും കൂടിയും ഫോർമാറ്റ് വരയ്ക്കുകയാണ്. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ ക്യാഷ് ബാങ്ക്. ഓക്കെ, capital receipt, revenue receipt. Okay, capital expenditure, revenue expenditure. Capital expenditure, revenue expenditure. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് നല്ല സ്പേസുകളുണ്ട്, കുറെ സെന്റൻസുകൾ ഞാൻ ചിലപ്പോൾ എഴുതി തരും, അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടി വരും. ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ. ഓക്കെ, ക്യാഷ് ബാങ്ക്. ഓക്കെ, കുറച്ച് സ്പേസ് വിടാൻ വിട്ടുപോയി, പ്രശ്നമാക്കണ്ട. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർമാറ്റ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇതേപോലെ വരച്ചിട്ടുണ്ടാവും. ഫോർ ദ ടൈം ബീങ് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇല്ലസ്ട്രേഷനിലേക്ക് പോകാൻ പോയി. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഫോർ ദ സ്വരാജ് ക്ലബ് ഫോർ ഇയർ 31st March. ഓക്കെ, 31st March 2016 where entrance fees 300, membership fees എന്ന് പറഞ്ഞാൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ആണ്. ഡൊണേഷൻ ഫോർ ക്ലബ് പവിലിയൻ, അതായത് ക്ലബ് പവിലിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡൊണേഷൻ. അതായത് നിങ്ങൾ ഓട്ടോമാറ്റിക് മനസ്സിലാക്കണം, അത് ഒരു സ്പെസിഫിക് ഡൊണേഷൻ ആണ്. ഫുഡ് സ്റ്റഫ് സെയിൽസ്, അതായത് ഫുഡ് ഐറ്റംസ് സെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1200. സാലറീസ് ആൻഡ് വേജസ് 1200. പർച്ചേസ് ഓഫ് ഫുഡ് സ്റ്റഫ് എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ചില ക്ലബിലെല്ലാം എന്ത് ചെയ്യും, ചെറിയൊരു ക്യാൻറ്റീൻ പോലെ ഉണ്ടാവും, അവരെന്നെ എന്ത് ചെയ്യും, സാധനം വാങ്ങിക്കും, അവരെന്നെ കൺസ്യൂം ചെയ്യും. കൺസ്ട്രക്ഷൻ ഓഫ് ക്ലബ് പെവിലിയൻ. ഓക്കെ, കൺസ്ട്രക്ഷൻ ഓഫ് ക്ലബ് പെവിലിയൻ എന്ന് പറഞ്ഞാൽ ക്ലബ് പെവിലിയൻ ഉണ്ടാക്കുന്നതാണ്. അതായത് അതൊരു ഫിക്സഡ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ജനറൽ എക്സ്പെൻസ്, റെന്റ് ആൻഡ് ടാക്സസ്, ബാങ്ക് ചാർജസ്. Cash in hand April 1st to 231st March to 350.
cash in bank, cash at bank, April 1st, 31st March. April 1st എന്ന് പറയുമ്പോൾ ഇയർ സ്റ്റാർട്ടിംഗ് ആണ്, മാർച്ച് എന്ന് പറഞ്ഞാൽ ഇയർ എൻഡിംഗ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. മക്കളെ പെട്ടെന്ന് ഉണ്ടാക്കിയാട്ടെ. ഓക്കെ, മക്കളെ ശ്രദ്ധിച്ചാൽ എല്ലാവരും. അതായത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. ഫസ്റ്റ് ഹെഡിങ് നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2016. എന്നിട്ട് ഓരോ ഐറ്റം വായിക്കാം. ഓക്കെ, വായിക്കുന്നതിനനുസരിച്ച് നമ്മൾ സാധാരണ ട്രീറ്റ്മെന്റ് നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ വായിക്കുന്നതിനനുസരിച്ച് ട്രീറ്റ്മെന്റ്. പക്ഷെ എപ്പോൾ മനസ്സിലാക്കുക, ടു ബാലൻസ് ബ്രോഡ് ഡൗണും ടു ബാലൻസ് ക്യാരി ഡൗണും സ്പേസ് വിടാം. ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വരുന്നതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. അതായത് ഫസ്റ്റ് ഉള്ള എൻട്രൻസ് ഫീ ആണ്. എൻട്രൻസ് ഫീ എന്ന് പറയുമ്പോൾ റെസിപ്റ്റ് ആണ്. ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിക്കോട്ടെ, റവന്യൂ റെസിപ്റ്റ് ആയിക്കോട്ടെ, അതിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് അത് റെസിപ്റ്റ് സൈഡ് ട്രീറ്റ് ചെയ്യാം, ഡെബിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്യാം. മെമ്പർഷിപ്പ് ഫീസും റെസിപ്റ്റ് ആണ്, അതും ഡെബിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്യാം. ഡൊണേഷൻ ഫോർ ക്ലബ് പവലിയനും റെസിപ്റ്റ് ആണ്, അതും റെസിപ്റ്റ് ട്രീറ്റ് ചെയ്യാം. ഫുഡ് സ്റ്റഫ് സെയിൽസും റെസിപ്റ്റ് ആണ്, അതുകൊണ്ട് റെസിപ്റ്റ് സൈഡ് ട്രീറ്റ് ചെയ്യാം. സാലറീസ് ആൻഡ് വേജസ് അതും എന്താണ്, അത് എക്സ്പെൻഡിച്ചർ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യുക. പർച്ചേസ് ഓഫ് സ്റ്റഫ് അതും എന്താണ്, അത് എക്സ്പെൻഡിച്ചർ ആണ്, അതും ക്രെഡിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യുക. കൺസ്ട്രക്ഷൻ ഓഫ് ക്ലബ് പവലിയൻ അതും എക്സ്പെൻഡിച്ചർ ആണ്, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യുക. ജനറൽ എക്സ്പെൻസ് അതേപോലെ ക്രെഡിറ്റ് സൈഡ്. ടാക്സസ് ക്രെഡിറ്റ് സൈഡ്, ബാങ്ക് ചാർജസ് ക്രെഡിറ്റ് സൈഡ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തതിനാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ബാലൻസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ടാലി ആവും. ഓക്കെ മക്കളെ, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ, റവന്യൂ റെസിപ്റ്റ് ആണോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. ഓൾ ക്യാപിറ്റൽ റെസിപ്റ്റ്, ഓൾ റവന്യൂ റെസിപ്റ്റ്, ഓൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഓൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എല്ലാം ട്രീറ്റ് ചെയ്യും. അതിലൊരു ഡിഫറൻസും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഓൾ റെസിപ്റ്റ്സ് ഡെബിറ്റ് സൈഡിൽ, all expenditures ക്രെഡിറ്റ് സൈഡിൽ. ഇത്രയേ ഉള്ളൂ. ഇതാണ് റവന്യൂ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒരു പ്രത്യേകത. ഇവിടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റവന്യൂ റെസിപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ ട്രീറ്റ് ചെയ്യൂ. എന്ത് ട്രീറ്റ് ചെയ്യൂല? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും ക്യാപിറ്റൽ റെസിപ്റ്റും ട്രീറ്റ് ചെയ്യൂല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റെസിപ്റ്റും ബാലൻസ് ഷീറ്റിലാണ് ട്രീറ്റ് ചെയ്യുക, അല്ലാണ്ട് എവിടെയല്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അല്ല. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? അതായത് കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ, നെക്സ്റ്റ് ഇയർ. ഓക്കെ, ഈ എല്ലാ കൊല്ലത്തെ എക്സ്പെൻഡിച്ചേഴ്സും നമ്മൾ ട്രീറ്റ് ചെയ്യും, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യും. ഇതാണ് അത്. എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, റെസിപ്റ്റ് ആയിക്കോട്ടെ, വാട്ട് എവർ മേ ബി. ഓക്കെ, ഏതായാലും നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. നിങ്ങൾ നോക്കിയാട്ടെ, ഞാനിപ്പോ പോസ്റ്റ് ചെയ്തത് ട്രീറ്റഡ് ഇൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റെസിപ്റ്റിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യില്ല, വലിയ ടെൻഷൻ വേണ്ട. റവന്യൂ എക്സ്പെൻഡിച്ചറിലാവുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ പറയുന്നത്, റിവേഴ്സ് വർക്കിംഗിലും മക്കളെ ചില ആൾക്കാർ സെക്കൻഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, റിവേഴ്സ് വർക്കിംഗിലും ചില ആൾക്ക് ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കായി. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ വേണ്ട, ഓൾ റെസിപ്റ്റ് എന്നും പറയാം, ഓൾ എക്സ്പെൻഡിച്ചർ എന്നും പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കറണ്ട് ഇയറിൽ ട്രീറ്റ് ചെയ്യും, പ്രീവിയസ് ഇയർ ട്രീറ്റ് ചെയ്യും, നെക്സ്റ്റ് ഇയറും ട്രീറ്റ് ചെയ്യും. കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ, നെക്സ്റ്റ് ഇയർ, ഇതാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യും, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊരു ഐറ്റം ട്രീറ്റ് ചെയ്തു. ജേർണൽ സാലറി അക്കൗണ്ട് അപ് ടു സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്. അത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരില്ല, കാരണം പേയ്മെന്റ് പോകുന്നില്ല. പക്ഷെ ഈ കൊല്ലം നമ്മൾ അത് പേ ചെയ്യുമ്പോൾ ജേർണൽ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ശരിക്കും അത് സാലറി കഴിഞ്ഞ കൊല്ലത്തെ സാലറി അല്ലേ, പക്ഷെ അത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരൂലേ? വരും. എന്തുകൊണ്ടാണ്? അത് പേയ്മെന്റ് നടത്തുന്നുണ്ട്. പിന്നെ അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ സാലറി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജേർണൽ എന്താണ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്, പിന്നെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് അപ് ടു ഇൻഷുറൻസ്. ഇതാണ് ചെയ്യുന്നുണ്ട്.
ഓട്ടോമാറ്റിക്കലി ഈ ഇൻഷുറൻസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് 10 കൊല്ലത്തെ കാര്യം ഈ കൊല്ലം തന്നെ വരുന്നില്ലേ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരുന്നില്ലേ. അതുകൊണ്ട് ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കണം, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ, നെക്സ്റ്റ് ഇയർ. ഓക്കെ, അതേപോലെ ഇൻകം ആയിക്കോട്ടെ എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, രണ്ട് കേസിലും ഇതിങ്ങനെയാ വരാം. ഓക്കെ ആണോ മക്കളെ? മക്കളെ ഇതോടെ നമ്മുടെ എന്ത് കഴിഞ്ഞ്, അതായത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് പി ആൻഡ് എൽ അക്കൗണ്ട് പോലെയാണ്. ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ, ക്രെഡിറ്റ് സൈഡ് ഇൻകം. ഓക്കെ ഓക്കെ, വേണമെങ്കിൽ ഞാനത് സിംപ്ലിഫൈ ചെയ്യുക. റവന്യൂ റെസിപ്റ്റ് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, റവന്യൂ റെസിപ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്. ഓക്കെ, അല്ലാണ്ട് വേറൊന്നും ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, വേറൊന്നും ട്രീറ്റ് ചെയ്യില്ല. ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എന്തെങ്കിലും ട്രീറ്റ് ചെയ്യില്ല. റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ നമ്മൾ ട്രീറ്റ് ചെയ്യൂല. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എന്നിട്ട് നമ്മൾ ഇയർ എൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യും. മക്കളെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ, ഓക്കെ സോറി മക്കളെ, അതായത് ഡെബിറ്റ് സൈഡിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്രെഡിറ്റ് സൈഡിൽ റവന്യൂ റെസിപ്റ്റ്, ഇത്ര മാത്രമേ ട്രീറ്റ് ചെയ്യൂ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ഐറ്റംസും ട്രീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ട് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ നെറ്റ് ലോസ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ, ഓക്കെ, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ സർപ്ലസ്. If credit side is more, സർപ്ലസ് എന്നാ പറയാ. നമ്മൾ എന്താ പറയാ, സർപ്ലസ്. നമുക്ക് അതിൽ ലാഭം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ എന്താ പറയാ, സർപ്ലസ്, ബാക്കിയുണ്ടെന്ന് പറയും. If debit side is more, if debit side is more, ഡെഫിസിറ്റ്. എന്താ പറയാ, ഡെഫിസിറ്റ്. ഓക്കെ, സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യും, ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ മൈനസ് ചെയ്യും. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യും, നെറ്റ് ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യും. അതേപോലെ തന്നെയാണ്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യും, ടു സർപ്ലസ് ബ്രാക്കറ്റിൽ എഴുതണം എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഡെഫിസിറ്റ് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ്, എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. നിങ്ങൾ എഴുതും, പറയുന്നത് മനസ്സിലാകുന്ന മക്കളെ. ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ സർപ്ലസ്, ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ഡെഫിസിറ്റ്. സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യുക, ഡെഫിസിറ്റ് ആണെങ്കിൽ മൈനസ്. ഇതാണ് ചെയ്യേണ്ടത് മക്കളെ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓക്കെ ആണോ? ഇനി അടുത്തൊരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ, ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞല്ലേ, ഓക്കെ ആയാൽ നമ്മൾ ഇത് ഫിനിഷ് ചെയ്തില്ല. ഇവിടെ ജനറലി വരുന്ന റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സബ്സ്ക്രിപ്ഷൻസ്, പിന്നെ ഈ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, വാട്ട് എവർ, ചെറിയ എമൗണ്ട്സ്. പിന്നെ എൻട്രൻസ് ഫീൽ ഒരു പാർട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. ജനറൽ ഡൊണേഷൻ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യും. ഡൊണേഷൻ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ജനറൽ ഡൊണേഷൻ ആണ്, അതുകൊണ്ട് അത് ട്രീറ്റ് ചെയ്യണം. അതെല്ലാം ഇന്നലെ പറഞ്ഞ കാര്യങ്ങളും. അതേപോലെ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, നിങ്ങൾ സാധാരണ ട്രീറ്റ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും. അതിന് പുറമെ ഹോണറേറിയം വരും, എക്സ്ട്രാ പുതിയതായിട്ട് വേറൊന്നും വരില്ല. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് പരിചയമുള്ള ഐറ്റംസ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവാൻ വേണ്ടി ഇവർ ബിസിനസ് അല്ല നടത്തുന്നത്, ഇവരെന്താ ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താന്ന് വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റവന്യൂ റെസിപ്റ്റ് ആയിക്കോട്ടെ, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കറണ്ട് ഇയർ ഉണ്ടാവും, നെക്സ്റ്റ് ഇയർ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ഇയർ മാത്രമേ ഉണ്ടാവാൻ പറ്റൂ. കറണ്ട് ഇയർ മാത്രം. ഓക്കെ, ആ കറണ്ട് ഇയറിന് തന്നെ രണ്ടെണ്ണം ഉണ്ട്, സബ് ക്ലാസിഫിക്കേഷൻ, റിസീവ്ഡ് ഡ്യൂ. ഓക്കെ, റിസീവ്ഡ് ഡ്യൂ, എവിടെയെങ്കിലോ പെയ്ഡ് ഡ്യൂ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല്
നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെസിപ്റ്റ് ബേസോ പേയ്മെന്റ് ബേസ് ആയിരിക്കുമല്ലോ ട്രീറ്റ്മെന്റ്. നമ്മൾ ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ഈ കൊല്ലം ട്രീറ്റ് ചെയ്യണം, ഈ കൊല്ലത്തെ ഇൻകം ഈ കൊല്ലം ട്രീറ്റ് ചെയ്യണം. അതിൽ എന്തുണ്ടാവും? ഇൻകം ആണെങ്കിൽ റിസീവ്ഡ് ഉണ്ടാവും, ഡ്യൂ ഉണ്ടാവും, കിട്ടാനുണ്ട്. ഓക്കെ. പിന്നെ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ പേ ചെയ്യാനുണ്ട്. അത് രണ്ടും ട്രീറ്റ് ചെയ്യണം. നിങ്ങൾ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സാലറി പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി, സാലറിന്റെ കൂടെ എന്ത് ചെയ്ത് ഈക്വലം പേ ചെയ്യാത്ത സാലറിയും കൂടി ആഡ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമ്മള് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ കറണ്ട് ഇയർ മാത്രം ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഓൾറെഡി നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തരുന്നത് ഒരു മിക്സ്ചർ ആണ്. ആ മിക്സ്ചറിന് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഈ കൊല്ലത്തെ മാത്രം നമ്മൾ ഈ കൊല്ലം ട്രീറ്റ് ചെയ്യണം. അങ്ങനെ മനസ്സിലാകുന്ന മക്കളെ, വി ആർ ഗോയിങ് ഇൻ ടു ദ സബ്ജക്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. കറണ്ട് ഇയറിൽ മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആ കറണ്ട് ഇയറിൽ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് പെയ്ഡ്, ഒന്ന് ഡ്യൂ. റിസീവ്ഡ്, ഡ്യൂ. ഓക്കെ ആണോ മക്കളെ? ഓൺലൈൻ സമ്മറി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എല്ലാ റെസിപ്റ്റ്സും എല്ലാ എക്സ്പെൻഡിച്ചറും ട്രീറ്റ് ചെയ്യും. അത് മാത്രമല്ല അതിൽ കറണ്ട് ഇയർ ഉണ്ടാവും, നെക്സ്റ്റ് ഇയർ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ഉണ്ടാവും. അതൊരു മിക്സ്ചർ ആണ് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലൊരു സെഗ്രിഗേഷൻ ഇല്ല. പക്ഷെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ റെസിപ്റ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, എന്താണ് റവന്യൂ റെസിപ്റ്റ്, അത് ചെറുങ്ങനെ അറിയാം മതി, അത്ര പറഞ്ഞാൽ. ഓക്കെ. ഇനി അത് മാത്രമല്ല, റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ റെസിപ്റ്റ് മാത്രമല്ല, നമ്മൾ അവിടെ ഫുള്ളാ ട്രീറ്റ് ചെയ്യുക. കറണ്ട് ഇയർ, നെക്സ്റ്റ് ഇയർ, പ്രീവിയസ് ഇയർ. പക്ഷെ ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കറണ്ട് ഇയറിൽ മാത്രം. അത് കറണ്ട് ഇയറിൽ രണ്ട് രീതിയിലാവാം, പെയ്ഡും ആവാം, ഡ്യൂ ആവാം. ഇനി കറണ്ട് ഇയറിൽ റിസീവ്ഡും ആവാം, ഡ്യൂ ആവാം. ഓക്കെ. ഇതോടെ നമ്മൾ എന്ത് ചെയ്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കൊണ്ട് ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. മക്കളെ, നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ചാല് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്ന ഒരു ഐറ്റത്തിൽ നിന്ന് നമ്മൾ എത്രയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്ന ഐറ്റം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എത്രയാണോ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യേണ്ടത്. ഇത് ഡെബിറ്റ് ആണ്, കാരണം സാലറി എക്സ്പെൻഡിച്ചർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ. മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ. ഓക്കെ. അതായത് നമുക്ക് തന്നു വെച്ചാൽ സാലറി പെയ്ഡ് ആസ് പെർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 2015-16. എല്ലാവരും കേൾക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാലറി പെയ്ഡ് ആസ് പെർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 2015-16 റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കുമ്പോൾ നമ്മൾ 10,000 രൂപ സാലറി പേ ചെയ്തെന്നാണ് പറയുന്നത്. ഈ 10,000 എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഉണ്ടാവും? കറണ്ട് ഇയർ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ഉണ്ടാവും, നെക്സ്റ്റ് ഇയർ ഉണ്ടാവും. അതിപ്പോ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ. സാലറി പെയ്ഡ് ആസ് പെർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 2015-16 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഈ 10,000 ഇൻക്ലൂഡഡ് കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ, നെക്സ്റ്റ് ഇയർ. മക്കളെ, ഒന്നും പറയുന്നില്ലെങ്കിൽ ഇത് കറണ്ട് ഇയർ മാത്രം. ശ്രദ്ധിക്കണം എല്ലാവരും. ഒരു എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, അതിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ അത് കറണ്ട് ഇയർ മാത്രം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മിക്സഡ് ആണെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം. ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോ. സാലറി പെയ്ഡ് ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 2015-16 ഫോർ ടൈം ബീയിങ് ഇതൊരു മിക്സ്ചർ ആണ് നമുക്ക് വിശ്വസിക്കാം. കാരണം എന്താണ്? നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വായിക്കാം. അഡ്ജസ്റ്റ്മെന്റ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഞാൻ വായിക്കുന്നത് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31/3/2015 ഓർ 1/4/2015. മക്കളെ, ഞാൻ ഈ 2015-16 ഡേറ്റ് വെച്ചിട്ടാണ് ഇപ്പൊ ഒരു ഡേറ്റ് തന്നത്. 31/3/2015 1/4/2015 സെയിം ഡേയ്സ് ആണ്. ഇന്നലെയും നാളെയാണ്. അക്കൗണ്ടിങ്ങിന് ഇന്നലെയും നാളെ എന്ന് പറഞ്ഞാൽ to a limited extent സെയിം എന്നാണ്. എക്സാമിന് വെറുതെ ഡേറ്റ് തന്നതിന് കൺഫ്യൂഷൻ ആവരുത്. പറയുന്ന മനസ്സിലാകുന്നില്ല മക്കളെ? ശ്രദ്ധിക്കും. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31/3/2015 അല്ലെങ്കിൽ 1/4/2015 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലം സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഒരു കാര്യം മനസ്സിലായിക്കോ, കഴിഞ്ഞ കൊല്ലത്തെ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ ഈ കൊല്ലം പേ ചെയ്തെന്നാ. നമ്മളോട് ഒന്നും പറയുന്നില്ല. ഓക്കെ. വെയിറ്റ് ചെയ്യും. എല്ലാം നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും. കാരണം കഴിഞ്ഞ ഒരാൾക്ക് സാലറി കൊടുക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ ഈക്വൽ അയാൾക്ക് സാലറി പേ ചെയ്യുമ്പോൾ അയാളുടെ എന്താ പറയാ, ഇത് ഈക്വലത്തെ സാലറി, അതായത് കഴിഞ്ഞ കൊല്ലത്തെ സാലറിയോ അത് നമുക്ക് കുറച്ചിട്ട് തരാന്നാ പറയാ? അല്ല, നമ്മൾ പറയും ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലത്തെ സാലറി ഈക്വലത്തെ സാലറിയിൽ കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് എമൗണ്ട് പിന്നെ തരാം. അതാണ് അതിന്റെ സ്റ്റൈല്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് 31/3/2015 അല്ലെങ്കിൽ 1/4/2015 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ കൊല്ലം പേ ചെയ്തിട്ടുണ്ടാവും. ഈ കൊല്ലം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ആണോ?
ഈ കൊല്ലം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിൽ അത് ഇൻക്ലൂഡ് ആണ്. ഈ 10,000 അതെന്താന്ന് ഇൻക്ലൂഡ് ആണ്. ഓക്കെ, ഈ 10,000 എന്താണ് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഒരു ഇത് എഴുതാം. സാലറി പെയ്ഡ് ആസ് പെർ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 10,000 rupees. അതായത് സാലറി പെയ്ഡ് ആസ് പെർ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 10,000 ഈ 3,000 ഇൻക്ലൂഡഡ് ആയിരിക്കും. കഴിഞ്ഞ കൊല്ലത്തെ സാലറി ഈ കൊല്ലം പേ ചെയ്തെന്ന് പറഞ്ഞാൽ അത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈ കൊല്ലത്തിൽ വരൂലേ? വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ശരിക്കും ഈ 3,000 ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ആണോ? നമ്മൾ ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ 3,000 നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. കാരണം അത് കഴിഞ്ഞ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ആണ്. അത് കഴിഞ്ഞ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലത്തെ ആ 3,000 ഈ കൊല്ലം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യണം എന്നാണ് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യണം എന്നാണ് മൈനസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ലെസ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31/3/2015 or 1/4/2015. ഇതിന് നമ്മൾ വേണമെങ്കിൽ പറയും ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നും പറയും. ഓക്കെ, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയും. 3,000 മൈനസ് ചെയ്യാം. മക്കളെ ഓക്കെ ആണോ? ഈ 3 നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ പ്രീപെയ്ഡ് സാലറി ആസ് ഓൺ 31/3/2016 or 1/4/2016. അതായത് ഞാൻ ഈ പ്രാവശ്യം പ്രീപെയ്ഡ് സാലറി എന്ന് പറഞ്ഞാൽ സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ്. പ്രീപെയ്ഡ് സാലറി എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് റെന്റ്, എന്ത് എക്സ്പെൻഡിച്ചർ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നത്. നമ്മളിപ്പോ സിം യൂസ് ചെയ്യുമ്പോൾ പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീചാർജ് ചെയ്യുന്നത്. ഒരു മാസത്തേക്കുള്ള നമ്മൾ ഫസ്റ്റ് തന്നെ പേ ചെയ്തിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യാം. അതുപോലെ പ്രീപെയ്ഡ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കുള്ള എക്സ്പെൻഡിച്ചർ നമ്മൾ ഈ കൊല്ലം പേ ചെയ്യാം. എക്സ്പെൻഡിച്ചർ പെയ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് 31/3/2016 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊല്ലം ശ്രദ്ധിക്കണേ, ഈ കൊല്ലം നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് പേ ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത കൊല്ലത്തേക്ക് പേ ചെയ്തിട്ടുണ്ട്. മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കൊല്ലം നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരുമോ ഇല്ലയോ? വരും. കാരണം എന്താ, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കറന്റ് ഇയർ എക്സ്പെൻഡിച്ചർ, പ്രീവിയസ് ഇയർ എക്സ്പെൻഡിച്ചർ, നെക്സ്റ്റ് ഇയർ എക്സ്പെൻഡിച്ചർ കാണും. അതുകൊണ്ട് തന്നെ പ്രീപെയ്ഡ് സാലറി അഡ്വാൻസ് ആയിട്ട് ഒരു സാലറി പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ഈ കൊല്ലം കാണിച്ചിട്ടുണ്ടോ? കാരണം 31/3/2016 എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ആണ്. 15-16 ആണ് നമ്മുടെ ഇയറിൽ എപ്പം മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് പേ ചെയ്തിട്ടുണ്ടാവും. പേ ചെയ്ത എമൗണ്ട് ഓട്ടോമാറ്റിക്കലി എവിടെ വന്നിട്ടുണ്ടാവും, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ സാലറി പെയ്ഡിൽ വന്നിട്ടുണ്ടാവും. ഈ 10,000 rupees വന്നിട്ടുണ്ടാവും. ശരിയല്ലേ മക്കളെ ഞാൻ പറയുന്നത്? അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേ, പ്രീപെയ്ഡ് സാലറി ആസ് ഓൺ 31/3/2016 or 1/4/2016 എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ എവിടെ വന്നിട്ടുണ്ടാവും, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പേ ചെയ്ത ഈ 10,000 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ശരിക്കും ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ സാലറിയിൽ കറന്റ് ഇയർ എക്സ്പെൻഡിച്ചർ മാത്രമേ ഉണ്ടാവും. കറന്റ് ഇയർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇയറിനതും പ്രീവിയസ് ഇയറിനതും എലിമിനേറ്റ് ചെയ്യണം. അടുത്ത കൊല്ലത്തേക്ക് പേ ചെയ്തതിന് അത് എലിമിനേറ്റ് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, മൈനസ് ചെയ്യണം. ഓക്കെ, ലെസ് prepaid salary as on 31/3/2016 or 1/4/2016. എത്ര എമൗണ്ട്? 3,500. Salary outstanding as on 31/3/2016 or 1/4/2016. ഈ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റേത് കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ്, ഇത് ഈ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ്. ഈ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം സാലറി പേ ചെയ്യാനുണ്ട്, പേ ചെയ്തില്ല. മക്കളെ ഈ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ സാലറി പെയ്ഡിൽ ഉണ്ടാവോ ഇല്ലയോ? ഉണ്ടാവൂല. കാരണം സാലറി പെയ്ഡ് എന്ന് പറഞ്ഞാൽ പേ ചെയ്ത എമൗണ്ട് ആണ്. ഈ 31/3/2016 എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം പേ ചെയ്യാത്ത എമൗണ്ട് അവിടെ കാണിക്കുമോ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ? ഇല്ല, കാണിക്കൂല. ഈ 10,000 അത് ഇൻക്ലൂഡഡ് ആണോ എക്സ്ക്ലൂഡഡ് ആണോ? എക്സ്ക്ലൂഡഡ്. ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ, അത് പേ ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒന്നും ചെയ്യുന്നതാണ് അല്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യുമ്പോൾ, ഇൻകം ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൽ 2 ഹെഡ് ഉണ്ട്. ഒന്ന് പെയ്ഡ് ഹെഡും ഒന്നെന്താണ് ഡ്യൂ ഹെഡും. ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം.
അത് പേ ചെയ്തോ പേ ചെയ്തിട്ടില്ലേ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പേ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, നമ്മുടെ ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31/3/2016 ഓർ 1/4/2016 എന്ന് പറയുമ്പോൾ ഈ കൊല്ലത്തെ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അത് പേ ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ അത് എന്ത് ചെയ്യണം, ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സാലറി പേയ്ഡിൽ ഇൻക്ലൂഡഡ് ആണോ? അല്ല. അത് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞത് കൂടെ ചേർത്താണ്. എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴിവാക്കാണ്. ഒഴിവാക്കാന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക. ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ആഡ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31/3/2016 ഓൺ 1/4/2016. എത്ര എമൗണ്ട് വരുന്നത്? 2500. ഓക്കെ മക്കൾ, ഒന്നും കൂടി പറയാം. ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ഈ കൊല്ലം നമ്മൾ കാണിക്കണം. അത് പേ ചെയ്തോ പേ ചെയ്തില്ലെന്നോ എന്നുള്ളത് റെലവെന്റ് അല്ല. ഈ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31/3/2016 എന്ന് പറയുമ്പോൾ ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ആണ്, നമ്മൾ അത് പേ ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ കാണിച്ചേ പറ്റും. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊടുക്കണം. എന്തുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്? അത് സാലറി പെയ്ഡ് ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അത് കാണിക്കാത്തതുകൊണ്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം prepaid salary. Okay, prepaid salary as on 1/4/2015 or 31/3/2015. Okay, ഇതിന് ഓപ്പണിംഗ് എന്ന് പറയും. ശ്രദ്ധിക്കുക എല്ലാവരും. പ്രീപെയ്ഡ് സാലറി കഴിഞ്ഞ കൊല്ലം ഒരു പ്രീപെയ്ഡ് സാലറി ഉണ്ട്. മക്കളെ മനസ്സിലാക്കേണ്ടത്, ഈ കൊല്ലം ഒരു പ്രീപെയ്ഡ് സാലറി ഉണ്ട്, അത് അടുത്ത കൊല്ലത്തേക്ക് പേ ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ കൊല്ലം ഒരു പ്രീപെയ്ഡ് സാലറി ഉണ്ടെങ്കിൽ അത് ഈ കൊല്ലത്തേക്ക് പേ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായിക്കോ, കഴിഞ്ഞ കൊല്ലത്തെ പ്രീപെയ്ഡ് സാലറി കഴിഞ്ഞ കൊല്ലത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഉണ്ടാവും. ഈ കൊല്ലത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഉണ്ടാവോ? ഇല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കൊല്ലം പേ ചെയ്ത പ്രീപെയ്ഡ് സാലറി എന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ അല്ലേ. ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നതിന് എന്ത് പറയാ? പ്രീപെയ്ഡ് സാലറി. എന്റെ ചോദ്യം എന്ന് വെച്ചാൽ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സാലറിയിൽ ഈ പ്രീപെയ്ഡ് സാലറി ഇൻക്ലൂഡഡ് ആണോ അല്ലയോ? ഇൻക്ലൂഡഡ് അല്ല. കാരണം അത് കഴിഞ്ഞ പോലെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് ഈ കൊല്ലത്തെ പ്രീപെയ്ഡ് സാലറി ഓപ്പണിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം പ്രീപെയ്ഡ് സാലറി ഉണ്ടെങ്കിൽ അത് ഈ കൊല്ലത്തെ സാലറിയാണ്. അത് നമ്മൾ ഈ കൊല്ലത്തെ സാലറിന്റെ കൂടെ ആഡ് ചെയ്യണം. എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നത്? ഈ കൊല്ലത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ സാലറിയിൽ അത് ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് പ്രീപെയ്ഡ് സാലറി. എത്ര എമൗണ്ട്? 5,000 rupees. ഓക്കെ, 7,500 6,500 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 11,000. ഓക്കെ, സാലറി ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ മക്കൾ, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് ലാസ്റ്റ് രണ്ടായിരം സാലറി ഔട്ട്സ്റ്റാൻഡിംഗിന്റെ കേസിൽ ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ആണ്, അത് പേ ചെയ്തിട്ടില്ല. പേ ചെയ്യാത്തതുകൊണ്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ പ്രീപെയ്ഡ് സാലറിന്റെ കേസിൽ അത് നമ്മുടെ കഴിഞ്ഞ കൊല്ലം നമുക്ക് കിട്ടിയ നമ്മൾ പേ ചെയ്ത സാലറിയാണ്. കഴിഞ്ഞ കൊല്ലം പേ ചെയ്ത് ഈ കൊല്ലത്തേക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട, കഴിഞ്ഞ കൊല്ലം ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. അന്നേരം നമ്മൾ ഈ കൊല്ലത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ അത് വരൂല. പക്ഷെ ഏത് കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ആണ്? ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ. നമ്മൾ അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം എന്താണ്, ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈ 10,000 എന്തില്ല, അത് ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാം. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് കൺസെപ്റ്റ് ചില ആൾക്കാർ എന്ത് ചെയ്യും, ആഡ് മൈനസ് എല്ലാം പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേസ്റ്റ് ആക്കും. കാരണം നമ്മൾ എല്ലാ ലെവൽ ഓഫ് പ്രോബ്ലംസ് ചെയ്യും. നമുക്ക് കുറച്ച് നല്ല നല്ല പ്രോബ്ലംസ് ഉണ്ട്, അത് ചെയ്യണമെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് അറിഞ്ഞേ പറ്റും. ഈ ചാപ്റ്ററിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അതിലും ആസ് യൂഷ്വൽ ആണ്, ഒരു മാറ്റമൊന്നുമില്ല. ഡിപ്രീസിയേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, അത് ട്രീറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല ഡിപ്രീസിയേഷൻ റിലേറ്റഡ് ആയിട്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, ഇത് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നത്. ഓക്കെ, കൺഫേം അല്ല മക്കളെ? ഞാൻ പുതിയ ഓരോ ഏരിയയിലേക്ക് പോയത്. ഓക്കെ,
നമുക്ക് 2 ഐറ്റംസ് ഉണ്ട്. ഓക്കെ, 2 ഐറ്റംസ് ഉണ്ട്, അതായത് റിലേറ്റഡ് ഐറ്റംസ്. ഒന്ന് ചാരിറ്റി ഷോ കളക്ഷൻസ്, ഒന്ന് ചാരിറ്റി ഷോ പേയ്മെന്റ്സ്. എന്തോ ചാരിറ്റി ഷോ നടത്തിയിട്ടുണ്ട്, അതിൽ കളക്ഷൻ കുറെ എമൗണ്ട് കിട്ടി, പേയ്മെന്റ് കുറെ കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഉണ്ടാവും. ഓക്കെ, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ഇൻകവും ഒന്ന് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ട. നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചാൽ ഏതാണ് കൂടുതൽ നോക്കാം. കളക്ഷൻ കൂടുതലാണെങ്കിൽ ഇൻകം ആയിരിക്കും, പേയ്മെന്റ് കൂടുതൽ എങ്കിൽ അത് എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഇവിടെ കളക്ഷൻ അല്ല കൂടുതൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ചാരിറ്റി ഷോ കളക്ഷൻസ്. ഓക്കെ, എത്രയാ 13,000 ട്രീറ്റ് ചെയ്യാം. അതിൽ നിന്ന് എന്ത് ചെയ്യുക, പ്ലസ് ചാരിറ്റി ഷോ പേയ്മെന്റ്സ് എത്രയാണ് 10,000. അതായത് നിങ്ങൾ 3,000 മാത്രം എന്ത് ചെയ്താൽ മതി, ട്രീറ്റ് ചെയ്താൽ നെറ്റ് ചെയ്തിട്ട്. ഒന്നുമില്ല, നിങ്ങൾ 2 സൈഡിൽ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു 2 റിലേറ്റഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ ഇൻകം എക്സ്പെൻഡിച്ചർ നെറ്റ് ചെയ്യുക. നെറ്റ് ചെയ്തിട്ട് ഇൻകം കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്യുക, എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിൽ ഡെബിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ചാരിറ്റി ഷോ കളക്ഷൻ, ചാരിറ്റി ഷോ പേയ്മെന്റ്സ്, പിന്നെ അതേപോലെ എന്തെങ്കിലും ചെറിയ പർച്ചേസസ് ഉണ്ടാവും, 2 റിലേറ്റഡ് ഐറ്റംസ്, പർച്ചേസ് ഓഫ് ഫുഡ് സ്റ്റഫ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഫുഡ് സ്റ്റഫ്, അത് രണ്ടും നെറ്റ് ചെയ്യുക. പർച്ചേസ് ഓഫ് ഫുഡ് സ്റ്റഫ് ആൻഡ് സെയിൽ ഓഫ് ഫുഡ് സ്റ്റഫ്, അത് 2 റിലേറ്റഡ് ഐറ്റംസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് നെറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ കുറെ റിലേറ്റഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നെറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്താൽ. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇല്ലസ്ട്രേഷൻ 2 ആൻഡ് ഇല്ലസ്ട്രേഷൻ 3 ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ആൻസർ നോക്കാണ്ട് രണ്ടും ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ആൻസർ കണ്ടുപിടിക്കുമ്പോൾ ആ കൺസെപ്റ്റ് നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, നല്ലോണം യൂസ് ചെയ്യാം. എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നത്, എന്തുകൊണ്ട് മൈനസ് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കണം. ഓക്കെ, അങ്ങനെ ആ ക്വസ്റ്റ്യൻ നമ്പർ 2 ഉം 3 ഉം ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 2, 3 കംപ്ലീറ്റ് ചെയ്യാം. അത് റിലേറ്റഡ് ടു ദിസ് എന്താണ് ഈ ഇപ്പൊ നമ്മൾ ചെയ്ത എക്സാമ്പിൾ റിലേറ്റഡ് കാര്യമാണ്. നിങ്ങൾ എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് പുതിയ ടൈം സ്പെൻഡ് ചെയ്യുക, കൺസെപ്റ്റ് ക്ലിയർ ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 ഉം 3 ഉം ഹോംവർക്ക് ആണ്. എന്തെങ്കിലും എക്സ്ട്രാ ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയും. പിന്നെ ഇന്ന് ക്ലാസ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു 11 o'clock 12 o'clock ഒരു സെഷൻ കൂടി എടുക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എവിടെയും പുറത്തൊന്നും പോകാൻ നിൽക്കണ്ട. ഇനി നമ്മുടെ ക്ലാസ് ടൈമിംഗ് ഞാൻ പറയുന്ന പോലെ ഓക്കെ വിത്തിൻ 1 hour ബിഫോർ ഞാൻ പറയും. 1 hour ബിഫോർ പറയും. ഈവനിങ് 4 o'clock ക്ലാസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, 4 o'clock അല്ലെങ്കിൽ 4:15 ക്ലാസ് ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം ടൈം 1 hour 1.5 hours അങ്ങനത്തെ ഒരു ചെറിയ ഷെഡ്യൂൾസ് ആയിട്ട് ഞാൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ക്ലാസ് ടൈമിംഗ് പറയും. ചിലപ്പോൾ 11 o'clock ഒരു സെഷൻ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഉഷാറായിട്ട് പഠിക്ക്. പിന്നെ ഞാൻ ക്ലാസ്സിൽ എന്തെല്ലാം തന്നിട്ടുണ്ട് അതൊന്ന് റിവൈസ് ചെയ്യും. പിന്നെ പാർട്ട്ണർഷിപ്പ് തീർക്കാത്തവരുണ്ടെങ്കിൽ തീർക്ക്. പിന്നെ അതേപോലെ ഷെഫീഖ് സാർ എന്തെല്ലാം ടോപ്പിക്സ് എടുത്തിട്ടുണ്ട് അത് തീർക്കാത്തവർ തീർക്കും. ഓക്കെ, ബൈ, താങ്ക് യു.